ഫിക്സഡ് ആയിട്ടുള്ള വില. പെരുന്നാളായിട്ട് ചെറിയ വണ്ടി കൊടുത്തില്ല 2,60,000 രൂപ. 2,60,000 എല്ലാ പേപ്പർ ഇപ്പം നിലവിൽ വാലിഡ് ആണ്. പഴയ കാലം നല്ല ഏതെങ്കിലും ചവറൊന്നും കൊടുക്കാൻ പറ്റൂല. ആളുകൾ അധ്വാനിച്ച് വിയർപ്പിന്റെ ഫലമല്ല ഈ ഓരോ ഇന്നോവയും ക്രിസ്റ്റയും. വേറെ കാര്യം ഇപ്പൊ പഴയ പോലെ നല്ല വീട്ടിൽ വന്ന് അടിയും തരും. 1,60,000 വാഗണർ ഇൻഷുറൻസ് എല്ലാം പുതിയ ഇൻഷുറൻസ് എടുത്താണ്ട് 1,60,000 കൊടുക്കാം. അടിപൊളി, മോശമൊന്നുമില്ല. വേണം നോക്കിക്കോളൂ. ഒരു കസ്റ്റമർ ഒരു വണ്ടി കൊണ്ടുപോയിട്ട് ഓരോ കെയറോപ്പിൽ അടുത്തൊരു കച്ചവടം കിട്ടണം. ആ ലെവലിലാണ് നമ്മളെ കച്ചവടം. 13 വണ്ടി 12,25,000 രൂപ കൊടുക്കാം. 12 രൂപയ്ക്ക് കൊടുക്കാം. 12 ലക്ഷം രൂപ അല്ലേ? 13 ടൂ വീൽ ഓട്ടോമാറ്റിക്. ഇത് നമ്മള് 9,500 രൂപയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 9,400 രൂപ കൊടുക്കാം. 9,25,000 രൂപയ്ക്ക് മാനുവൽ 2012 ടൂ വീല് മാനുവൽ. കഴിഞ്ഞൊരു 2-2.5 വർഷമായിട്ട് നമ്മള് എല്ലാ മാസവും ഈ 2 എപ്പിസോഡ് വീതം നിങ്ങളെ കാണിക്കുന്ന നമ്മുടെ നൂർ മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത്. പഴയ റെഡ് ബെൽ യൂസ് ചാർജ് തന്നെയാണ്. ഇപ്പോൾ ഒന്ന് പേരൊക്കെ മാറി പുതിയൊരു ഷോറൂം ഒക്കെ തുടങ്ങിയപ്പോൾ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് നൂർ മോട്ടോഴ്സ് ആയതാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ടൊയോട്ട വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരാളോടും ഇവിടെ വന്ന് എടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളിവിടെ വന്ന് ഇവിടെയുള്ള വണ്ടികളൊന്ന് കാണാതെ പോകരുത്. കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോറൂം കേരളത്തിൽ ഇതാ ഇവിടെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കിടക്കുന്നത് എല്ലാം ടൊയോട്ടയാണ്. ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ വേറെ കുറച്ച് അതർ ബ്രാൻഡ് വണ്ടികളുണ്ട്. അതൊക്കെ എക്സ്ചേഞ്ച് വരുന്നതാണ്. ഇവിടെ പർച്ചേസ് കാര്യങ്ങളൊന്നും കുറവാണ്. പിന്നെ ടൊയോട്ടയുടെ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക. ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മോങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് മോങ്ങ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഹൈവേ സൈഡ് തന്നെയാണ്. പോകുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ടൊയോട്ടയുടെ ഒരു വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വണ്ടി ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത് ഞാൻ ഉറപ്പ് പറയുന്നു, തമാശ പറയുന്നതല്ല. നിങ്ങളുടെ വന്ന് നോക്കുക, വന്ന് നോക്കിയിട്ട് മാത്രം പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ വന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ, നിർബന്ധമാണ്. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കിടിലൻ വണ്ടി എന്തായാലും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഈ കിടക്കുന്ന മുഴുവൻ ഫോർച്യൂണറുകളും അതുപോലെ തന്നെ കുറച്ച് അതർ ബ്രാൻഡിൻ്റെ എക്സ്ചേഞ്ച് വന്ന വണ്ടികളും ചില്ലറ പൈസക്കുള്ള കുറച്ച് ബെൻസൊക്കെ കാണിച്ചു കേട്ടോ. ബെൻസിനൊന്നും ഇവിടെ ഒരു വിലയില്ല. ഇവിടെ ഫോർച്യൂണറിനും ക്രിസ്റ്റയ്ക്ക് മാത്രമേ വിലയുള്ളൂ. അപ്പോൾ എന്തായാലും കൂടുതലെന്ന് പറയുന്നത് നമ്മൾ നൂറുദ്ദീനിക്കുണ്ട് കൂടെ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ നൂർ മോട്ടോഴ്സിൽ ഇതാ ഫോർച്യൂണറുകൾ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വരാതെ പോകരുത്. ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നൂറുദ്ദീനിക്ക, അതെ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. നിങ്ങളാണ് താരം. അതെ. അതായത് ഏറ്റവും വില കുറച്ചിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ തന്നെ പറയാൻ പറ്റും. മാക്സിമം വില കുറച്ചിട്ട് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും പുതിയ ഷോറൂമിൽ കാണിക്കുന്ന വണ്ടികളൊക്കെ അവൈലബിൾ. പിന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയണ്ട അല്ലേ? നമ്മളൊന്നും പറയണ്ട. നമ്മൾ അറിയുന്നവർക്കും എന്റെ ചാനലിൽ അറിയുന്നവർക്കും ഏകദേശം ഒക്കെ അറിയാം. നമ്മളെ റോഡ് മാസ്റ്ററുടെ ചാനലിലാണ്. നൂർ മോട്ടോഴ്സ് ആണ്. ഇതുവരെ നമ്മൾ 2-2.5-3 കൊല്ലമായിട്ട് എന്റെ പാട്ട് നമ്മൾ പാടിക്കൊണ്ടിരുന്നു. ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത്. എന്തായാലും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വിഷയം. ആര് വന്നാലും റോഡ് മാസ്റ്ററിൽ കണ്ടിട്ട് വരാന്ന് പറയാം. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനം. അപ്പൊ എന്തായാലും പിന്നെ തുടങ്ങാം. നമുക്ക് ഇപ്രാവശ്യം ബെൻസ് തുടങ്ങാം. ബെൻസ് വില കുറഞ്ഞ ഒരു ബെൻസ് അങ്ങനെ തന്നെ തുടങ്ങാം. ചില്ലറ പൈസക്ക് ഒരു ബെൻസ് വരും. അതായത് ഇത് C220D അല്ലേ? 2009 മോഡലാണ് മോനെ. C220 9 മോഡൽ C220 ആണ് കേട്ടോ. അതായത് പഴയ ഷേപ്പ് ആണ്. ഇത് വേണമെന്ന് കൺവേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. അതെ. പിന്നെ ഇത് കേരള വണ്ടി തന്നെയാ? ഇത് ഒറിജിനൽ കേരള വണ്ടി, 2ാമത്തെ ഓണർ. അതെ. ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാത്തിൻ്റെ ഒന്നും ഇന്റീരിയർ ഞാൻ കാണിക്കില്ല. നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ടല്ലോ ഇന്റീരിയർ ഒക്കെ. 2009 അപേക്ഷിച്ച് ഒരു ഹൈ ക്വാളിറ്റി വണ്ടി. അതായത് സൺറൂഫ് അടക്കം ഉണ്ട് അല്ലേ? സൺറൂഫ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അങ്ങനെ തന്നെയാണല്ലേ പറയാൻ പറ്റുള്ളൂ. അതായത് 20 അടുത്ത് മൈലേജ് കിട്ടുമോ? 20 കിലോമീറ്റർ സുഖമായിട്ട് കിട്ടും. അതെ. അതും ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ക്രിസ്റ്റമിൽ എക്സ്ചേഞ്ച് ചെയ്തെടുത്താം. ഇത് പേപ്പർ 5 കൊല്ലമായിട്ട് ഇവിടെ ഈ വെള്ളോമ്പറത്ത് നമ്മൾ വിജയായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി. 6 കൊല്ലം. ഇത് പേപ്പറൊക്കെ പക്കല്ലേ? 9, 19, 5, 24, 5, 29 വരെ എല്ലാ പേപ്പറും ഉണ്ട്. അടിപൊളി. ഓക്കെ. ഇതിപ്പോ നമുക്ക് വിലയും കൂടിയാണ്. വിലയാണ് അറിയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് വില എന്ന് പറഞ്ഞാൽ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടക്കമുള്ള വണ്ടി, നല്ല ക്വാളിറ്റി. പിന്നെന്താരോ 2009, 2008 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ആരോടും പറയണ്ട. ചെക്ക് ചെയ്തിട്ട് എടുക്കാം. നല്ലൊരു ഫോർമാനെ കൊണ്ടുവന്നിട്ട് എടുക്കാം. ഞാൻ പറയുമ്പോൾ ഇവിടെ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്ത് മാത്രം അല്ല, അതങ്ങനെ തന്നെ നമ്മൾ പറയലുള്ളൂ. നമ്മൾ ഏത് വണ്ടി എടുക്കണമല്ലോ നിങ്ങൾ എന്ത് ചെയ്തോളി, 2 ദിവസം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പരിപൂർണ്ണ ഉത്തരവാദിത്തം ഈ 100 ഏറ്റെടുത്തിരിക്കും. അത്രേ ഉള്ളൂ. ഇത് വില പറ. 4,50,000 രൂപ. 4.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയൊരു വണ്ടി ഒരു ബെൻസ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളൂ, ധൈര്യമായിട്ട് എടുത്തോളൂ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ പറയുക, ഇതൊന്നും കളവല്ല. 5 കൊല്ലമായിട്ട് ഇവിടെ വെള്ളോമ്പറത്ത് വിജയേട്ടൻ ഉപയോഗിച്ച വണ്ടി. കറക്റ്റ് 1,10,000 കിലോമീറ്റർ വണ്ടി സർവീസുള്ള വണ്ടി. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? 1,10,000 പ്രോപ്പർ സർവീസ്. അത് കാണുമ്പോൾ തന്നെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അതെ. അപ്പൊ അതൊന്നും ഇല്ലാന്ന് ഉറപ്പല്ലേ? 100 വട്ടം. അടിപൊളി. അപ്പൊ എന്തായാലും അത് നോക്കിയാൽ 4,50,000 ലോൺ ഒന്നും കിട്ടില്ല. നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക. അടുത്തത് കുറച്ച് മോഡൽ കൂടിയിട്ടുള്ള ഒരു GLA ആണ് അല്ലേ? അതെ. GLA 200 ആണ്. അടിപൊളി സാധനമാണ് കേട്ടോ. അതായത്
ബെൻസിൽ ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ? അതെ അതെ അതെ. അതിന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്, മൈലേജ് ഉണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ നല്ല മുത്ത് കണ്ടീഷനിൽ ഒരു അപാകതയില്ല അല്ലേ? നല്ല വണ്ടി. അതെ. ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ 2016 17 അല്ലേ? 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. ഇത് ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള. അടിപൊളി. ഒരു റീപ്ലേസും ഇല്ല. ബെൻസിന്റെ ഷോറൂമിൽ കൊണ്ടുപോയിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി. അതും ആ കളർ ഒരു ഹൈലൈറ്റ്. അതെ 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 അതെ. ഇത് മമ്മൂട്ടി സിനിമയിൽ വരുന്ന വണ്ടിയാണ്. സിനിമയുടെ പേര് ഓർമ്മയില്ല. സൺറൂഫ് വരുന്നില്ല. സൺറൂഫ് ഇല്ല. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമ്മള് 13 രൂപ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. കൊടുക്കേണ്ട വില കേട്ടോ. അതൊക്കെ 14, 15, 16 ഒക്കെ ചോദിക്കണ ഓരോ ഷോറൂമുകളും യാർഡുകളും ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 13 രൂപ കിട്ടിയാൽ കൊടുക്കുന്നത്. നമ്മൾ വടകര 13, 13.45 ചോദിക്കുക. കിട്ടേണ്ട വില നമ്മൾ പറയുള്ളൂ. ഒരുപാട് നീട്ടിപ്പറിച്ച് പറഞ്ഞിട്ട് ഒരു ബെൻസ് GLA 200 എടുക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണെങ്കിൽ വന്നോളി, നിങ്ങൾ കണ്ടോളി, പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അത്രേ ഉള്ളൂ. നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ. അപ്പോൾ ആൾക്കാർ വേണം നോക്കി. ഇത് നിങ്ങൾക്ക് മാക്സിമം ലോണും കയറും. പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തത് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നൂർ മോട്ടോഴ്സിലെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ ഒരു 2-3 എന്താ പറയാ SUV വണ്ടികളെ കാണിച്ചു. മഹീന്ദ്രക്കാർ ടയോട്ടമ്മ മാത്രം നമ്മൾ കൂടിയെന്ന് പറയണ്ട. എക്സ്ചേഞ്ച് വണ്ടികളാണ് ഇതൊക്കെ മഹീന്ദ്രക്കെ. പിന്നെ വേറെ കേസുണ്ട്. ഇവിടെ കുറെ ഇന്നോവ അടക്കേണ്ട, അതൊക്കെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിപ്പോ TUV ഏതാ മോഡൽ? ഇത് 2016 മോഡൽ T80 എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി, ഓട്ടോമാറ്റിക്. അന്ന് ഇറങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. 2016 അപേക്ഷിച്ച് നല്ല ഇമ്പുള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,23,000 കിലോമീറ്റർ. ജെന്യൂൻ ആവും. നമ്മൾ ഇന്നലെ ഒരു വണ്ടിയിൽ എക്സൈസ് ചെയ്തെടുത്താണ് നമ്മളെ പേരാമ്പ്രക്കാർ. കാര്യങ്ങളെല്ലാം ഫുൾ ഓപ്ഷൻ. T80 പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആണല്ലോ. ഓട്ടോമാറ്റിക്. ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ ഒറ്റ വില പറഞ്ഞാൽ മതി. 4,50,000 രൂപയ്ക്ക് കൊടുക്കാം. ആ 4,00,000 രൂപ ലോണും ബാങ്ക് കൊടുക്കും. ഓട്ടോമാറ്റിക് വണ്ടി 4,00,000 രൂപയ്ക്ക് കൊടുക്കാം. 4,00,000 രൂപ ബാങ്ക് ലോണും കൊടുക്കും. പറഞ്ഞത് മാറിയില്ലല്ലോ. ഒരു മാറ്റമില്ല. ഈ പറഞ്ഞാലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അതിപ്പോ എന്താ പറയാ, നമ്മൾ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വില കുറച്ച് പറയുന്ന കച്ചവടമൊന്നുമില്ല. ന്യായമായിട്ടേ പറയുള്ളൂ. 4.5 ലക്ഷം രൂപയ്ക്ക് അത് ആലോചിക്കണം. നിങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് തരുന്നത്. സാധാരണ 7 സീറ്റ് വണ്ടിയാണ്. സാധാരണ മാനുവൽ വണ്ടിയാണ് ഇഷ്ടം പോലെ കാണുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് ആദ്യമായിട്ടാണ് കാണുന്നത്. മിസ് ചെയ്യണം. മാക്സിമം ലോണോട് കൂടി എടുക്കാം. അതുപോലെ തന്നെ XUV ഇതേതാ? XUV 2012 മോഡലാണ്. W8 12W8 അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുള്ള സിൽവർ കളറിൽ നല്ല വൃത്തിയുണ്ട്. എന്റെ നാട്ടുകാരെ കയ്യിൽ നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്താണ്. വയനാട്ടുകാരുടെ മോശമൊന്നുമില്ല. ബോഡി വശത്തും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എല്ലാത്തിനും ഇന്ത്യയിൽ കാണിക്കൂല, നിങ്ങൾ അയച്ചു കൊടുക്കണം. അത് നമ്മളെ വീഡിയോ കാണുന്നവരോട് നമ്മൾ പ്രത്യേകം പറയാണ്. നമ്മളെ 4 നമ്പർ കൊടുക്കും. ഈ 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ചില സമയത്ത് തിരക്കുണ്ടെങ്കിൽ എന്താ മക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. കുറ്റം പറയരുത്, കുറ്റപ്പെടുത്തരുത്. അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ആയി വിട്ട് നമ്മൾ റെഡി സ്റ്റോക്ക് എല്ലാ വണ്ടികൾക്കും കാണാം. കാറ്റലോഗിൽ ഉള്ളും പുറം വീഡിയോ ഒക്കെ ഉണ്ടാവും. ഒക്കെ കണ്ടോളി. നമുക്ക് വേഗം പറഞ്ഞു തീർക്കാം. ഇതിപ്പോ നമുക്ക് 12 കിലോമീറ്റർ 12,146 ഓടിയ വണ്ടി. എന്താ വില? ഇത് നമ്മൾ 4 രൂപന്റെ വണ്ടിയാണ്. നമുക്കൊരു 3.25 വേണ്ട, ഒരു 3,60,000 രൂപയ്ക്ക് കൊടുക്കാം. 3.60 അല്ലേ? ഇതും ലോൺ വേണ്ട ആളുകൾക്ക് ഫുള്ള് ലോൺ കിട്ടും. മാക്സിമം വാല്യുവേഷൻ കിട്ടും. അതായത് 12 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക. ഒക്കെ പഴയ വണ്ടികളാണ്. അതെ. ഈ വെള്ളയാണെങ്കിലോ? ഇത് 2015 W8. 15 ആണ്. ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. അതെ 2015 W8 1.48 ഓടിയ വണ്ടി. 1.48 ഓടി. നല്ല വൃത്തിയുണ്ട് അല്ലേ? വണ്ടി 2015 അപേക്ഷിച്ച് അജോ നല്ല വൃത്തിയാണ്. പിന്നെ ഇതൊക്കെ ഇപ്പൊ നമ്മളെ പറഞ്ഞില്ല, നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. അപ്പൊ ഇതില് വില 6 രൂപയാണ്. 5.25 നമുക്ക് കൊടുക്കാം. 5,70,000 രൂപ. 5.25 രൂപ ലോണും കിട്ടും. മഹീന്ദ്രന്റെ വണ്ടിയാണ്. അതെ 15 W8. ശരി. ഇനി കുറച്ചൊന്നും ഞാൻ ഫോർച്യൂണർ കാണിച്ചു തരാം. ഫോർച്യൂണർ മോനെ ഇത് 2015 ആണ്. 15 ഞാൻ കയ്യിൽ ചീട്ടുണ്ട്. എന്താ ഒരുപാട് വണ്ടികൾ നമ്മൾ തോനെ പറയാണ്ടാവുമ്പോ പണ്ടത്തെ തുണ്ടിച്ചീട്ടല്ല. ഇതെന്താ നമ്മൾ പറയുമ്പോൾ ചില വണ്ടി നമ്മൾ പറയുമ്പോ എന്താ മാറിപ്പോ. പിന്നെ ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു വാക്ക് തർക്കത്തിന് നിൽക്കണ്ട. ചിലപ്പോ ഇത് കേട്ടിട്ട് അങ്ങനെ അന്ന് അങ്ങനെ പറഞ്ഞ എനിക്ക് അനുഭവമാണ്. കാസർഗോട്ടുകാരോട് നമ്മളൊരു വണ്ടിന്റെ പറഞ്ഞത് നമുക്ക് അനുഭവം. ഇത് 2015 വണ്ടിയാണ്. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ 1.27. ജെന്യൂൻ കിലോമീറ്റർ. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അല്ലല്ല, ഇത് മാനുവൽ ആണ്. 2 വീൽ മാനുവലോ? 2 വീൽ മാനുവൽ 2015 2 വീൽ മാനുവൽ വണ്ടി. ശരി. അതായത് 2 വീൽ മാനുവൽ അങ്ങനെ കുറവല്ലേ? മാനുവല് ഓരോ ആളുകൾക്ക് ഓരോ കാഴ്ചപ്പാടാണല്ലോ. 2 വീൽ മാനുവൽ ഉണ്ട്. ഇത് 14.25 രൂപ ആവശ്യപ്പെടും. മാന്യമായിട്ട് നമുക്ക് കൊടുക്കാം. 15 വണ്ടിയാണ്. 15 മോഡൽ വണ്ടിയാണ്. 2 വീല് മാനുവൽ വണ്ടിയാണ്. അതെന്തോ ഒരു VIP വണ്ടിയൊക്കെയാണ്. ഇത് റിയാണ്. 14,70,000 രൂപ ആസ്കിംഗ് പ്രൈസ്, നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ സിൽവറോ? ഇത് 2012 4x4. 12 മാനുവൽ 4x4. മാനുവൽ 4x4. അതെ
കിലോമീറ്ററോ? കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മോനെ 1,47,000 ആണ്. അതൊന്നും ജെന്യൂനാന്ന് നമ്മൾ പറയണ്ട. 12 വണ്ടി അതൊന്നും അല്ല ഓടുക. പിന്നെ നമ്മൾ വെറുതെ എന്തെങ്കിലും എന്താ പറയുക അത് റെഡി ആണെന്നൊന്നും പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, അത് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. കിലോമീറ്റർ ചെക്ക് ചെയ്തോളാം. വേറെ മേജർ എന്തുണ്ടെങ്കിലും ഉത്തരവാദിത്തം നമ്മളെ അടുത്തുനിന്ന് വണ്ടി കൊണ്ടുപോകണം. അജോദിക്ക് നോക്കിക്കോ, നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി കൊണ്ടുപോകണവർക്ക് എഞ്ചിന്, ഗിയർ ബോക്സ്, മേജർ ആക്സിഡന്റ്, ഈ 3 സംഗതി, ടോട്ടൽ ലോസ്, ഫ്ലഡ്, ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം 48 മണിക്കൂർ ചെക്കിങ്ങിന് നമ്മൾ സമയം കൊടുക്കും. അവർ പറയാണ് എഞ്ചിൻ കംപ്ലൈന്റ് ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ട, തിരിച്ചു കൊണ്ടുവരാം. ഗിയർ ബോക്സ് കംപ്ലൈന്റ്, ഇതൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതല്ല, വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 9.25 ഉറുപ്പിയാണ് ന്യായമായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. 12 മോഡൽ 12 ടൈപ്പ് 2 വരുന്ന വണ്ടി, 4x4 മാനുവൽ. അതെ അതെ. അതുപോലെ തന്നെ ഈ വെള്ള വണ്ടിയോ? ഇത് 2013 4x4 മാനുവൽ. 13 മാനുവൽ വണ്ടി ഇപ്പൊ 5 നമ്മൾ കാണിക്കാം. മാനുവൽ വണ്ടിക്ക് ഇപ്പൊ എന്താ ആളുകൾക്ക് നല്ല എൻക്വയറി ഉണ്ട്. കുറച്ച് മാനുവൽ വണ്ടി പർച്ചേസ് ചെയ്തു. ഇത് 4 വീലാണോ 2 വീലാണോ? 4x4 മാനുവൽ. 4x4 മാനുവൽ ആണ്. അതെ. അത് 2010 എങ്ങനെയാ? മോഡൽ ഏതാ? 13 അല്ലേ? കൊള്ളാട്ടോ, നല്ല വൃത്തിയാണ് വണ്ടി. വണ്ടി ടൈപ്പ് 2 അപേക്ഷിച്ച് നല്ല 4 ടയർ പുതിയത്. യോക്കോമന്റെ പുത്തൻ ടയർ 4 പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ. വണ്ടി കൊണ്ടുപോയിട്ട് 100 രൂപ തമ്മിലൊന്നും ചെലവാക്കാല്ല. അങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷൻ. മെയിൻ ക്ലാസ് മാറി ഉണ്ടാവുമല്ലോ. മെയിൻ ക്ലാസ് റീപ്ലേസ് ഇല്ല എന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും 1,62,000 കിലോമീറ്റർ ഇതിനകത്ത് ഓടിയിട്ടുണ്ട്. വിലയോ? വില നമ്മള് 13.5 ഉറുപ്യ ആവശ്യപ്പെടും. 13 വണ്ടിയാണ്, 13 ആവശ്യപ്പെടും. ന്യായമായിട്ട് നമുക്ക് ചെയ്തു ഇതെന്താരോ വരുന്ന ആളുകൾ ആവശ്യക്കാരനാണെങ്കിൽ മുതലേ നമ്മൾ കൊടുക്കും. എനിക്കറിയാലോ നമ്മളെ ആവശ്യക്കാരൻ. ഇവിടെ വരിക, വന്ന് വണ്ടി കാണാൻ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പല ആളുകളും എന്താ പറയാ, നമ്മൾ വിമർശിക്കല്ല. ചില ആളുകൾ കാണാൻ വരുന്നവരുണ്ട്. കാണാൻ വരുന്നവർക്ക് നമ്മൾ എന്താ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് വണ്ടി കൊടുക്കണ ചരിത്രമുണ്ട്. ചില ആൾക്കാർ എടുക്കാൻ വരുന്നവരുണ്ട്, ഓല് എടുക്കൂല. അങ്ങനെയുണ്ടല്ലോ, അതിന്റെ ഒരു സ്വഭാവമാണ്. ജസ്റ്റ് വന്ന് നോക്കിക്കോളാം, അപ്പം അറിയാം കാര്യങ്ങൾ. അതെ അതെ. നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഫോർച്യൂണർ ആയാലും ഇന്നോവ ആയാലും ക്രിസ്റ്റ ആയാലും ടയോട്ടന്റെ വണ്ടികളാണെങ്കിൽ നിങ്ങൾ 100 മോട്ടോഴ്സിൽ വരി. വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ വില കൊണ്ട് പാകാകാൻ നമ്മൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുക, വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഡീലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ഓൾറെഡി ഒരു 13 മോഡൽ വണ്ടി ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അടുത്ത ഇതേതാ മോഡല്? അല്ല മോനെ, ഇതാണ് ഇപ്പൊ നമ്മൾ 13 കാണിച്ചത്. ഇനി ഇത് 2015 വണ്ടി. ഇത് 15. 15 നല്ല കിഡിലൻ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണറിലുള്ള കറക്റ്റ് കിലോമീറ്റർ 90,000 കിലോമീറ്റർ. 90 ഓടിയുള്ളൂ. ഏത് ഷോറൂമിലും കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളി. ഏത് ഷോറൂമിൽ ടയോട്ടന്റെ അംഗീകാരമുള്ള ഏത് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് കിലോമീറ്റർ റെഡി അല്ലാതെ വണ്ടി വെറുതെ കൊടുക്കും. 2 വീൽ ഓട്ടോമാറ്റിക്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അല്ല മോനെ, മാനുവലേ 2 വീൽ ഓട്ടോമാറ്റിക്. 2015 ഒറിജിനൽ കേരള 2 വീൽ മാനുവൽ. സാധാരണ നമ്മൾ എപ്പോഴും ഓട്ടോമാറ്റിക്. അതെ 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 അതെ. ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക് 5-8 വണ്ടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വണ്ടിന്റെ അടുത്തുണ്ടല്ലോ. അതെ. അപ്പൊ ഇത് മാനുവൽ ആണ്. 15 മോഡൽ 2 വീൽ. 15 മാനുവൽ. കിലോമീറ്റർ 90 കിലോമീറ്റർ ജെന്യൂൻ സർവീസ് ഗ്യാരണ്ടി ആണ് കൊടുക്കുന്നത്. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. മേജർ ഉണ്ടെങ്കിൽ നാളെ ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ. 20 കിലോമീറ്റർ ആണ് ടയോട്ട ഷോറൂം. നമ്മളെ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് മേജർ എന്തുണ്ടെങ്കിലും ഒരു എടുക്കേണ്ട എണ്ണ അടിക്കണ പൈസ അടക്കാൻ നമ്മൾ. എന്താ വില? ഇത് നമ്മൾ 14,000 ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാം. 14,50,000 രൂപ. 15 കേരള വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇതോ? ഇത് 2012 2 വീൽ മാനുവൽ. 2 വീൽ മാനുവൽ. മോശമൊന്നുമില്ല വണ്ടി. അത്യാവശ്യം നല്ല. കഡും പുത്തൻ ടയർ. വെറുതെ പറയുന്നല്ല, നല്ല 4 ടയർ പുത്തൻ ടയർ. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,90,000 ജെന്യൂൻ ആവും നമ്മൾ പ്രതീക്ഷിക്കാം. 2012 വണ്ടിയല്ലേ. അപ്പൊ അതൊന്നുമില്ല, മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല. അത് നമുക്ക് പറയാം. എന്താ വില? ഇത് നമ്മള് 9.5 ഉറുപ്പ്യാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 9.25 ഉറുപ്പ്യ കൊടുക്കാം. 9,25,000. 9,25,000 ഉറുപ്പ്യ മാനുവൽ. 2012 2 വീൽ മാനുവൽ. 4 ടയറിനാണ് കൊടുക്കണ്ടേ? ഏകദേശം 19,000. ടയർ ഫോർച്യൂണറിന്റെ ടയർ വാങ്ങാൻ ചെല്ലുമ്പോൾ 17 ഉറുപ്പ്യ 18 ഉറുപ്പ്യ ഒരു ടയറിന് തന്നെ വില വരും. അതുപോലെ തന്നെ അടുത്തത് ഇതും വെള്ളയാണല്ലോ. ഇതേതാ മോഡല്? ഇത് 2012. ഇതും 12 ഒറിജിനൽ കേരള 2 വീൽ ഓട്ടോമാറ്റിക്. കേരള വണ്ടി കേട്ടോ. നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാനും? ഇത് കിലോമീറ്റർ 1,58,000 കിലോമീറ്റർ ജെന്യൂൻ. അതായത് കാരണം ഇതൊക്കെ KL56 കോഴിക്കോട് കൊയിലാണ്ടി ഇറങ്ങിയ വണ്ടിയാണ്. ഫസ്റ്റ് ഓണറെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. അതുകൊണ്ടാണല്ലോ അത്രയും ജെന്യൂൻ ആയിട്ട് നമ്മൾ പറയുന്നത്. KL56 ഇറങ്ങുമ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി ഇറങ്ങിയ വണ്ടി. വില എത്രയാ? വില നമ്മൾ ഇതിന് ആവശ്യപ്പെടുന്നത് ന്യായമായിട്ടുള്ള വില നമ്മൾ ആവശ്യപ്പെടുള്ളൂ. 13.5 ഉറുപ്പ്യ നമ്മൾ ആവശ്യപ്പെടും. 12 ഒറിജിനൽ കേരള വണ്ടി. 13.5 ഉറുപ്പ്യ നമ്മൾ ആവശ്യപ്പെടും. ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അതെ അതെ. ലോൺ വേണ്ട ആളുകൾക്ക്. പിന്നെ ലോണിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിബിലിന്റെ നോക്കിയിട്ടാണ് പോലെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ലോൺ കിട്ടല്. ശരാശരി ടയോട്ടന്റെ വണ്ടി ഇപ്പൊ ക്രിസ്റ്റി ഇനോവയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഉറുപ്പ്യ ഡൗൺ പേയ്മെന്റ്, ക്രിസ്റ്റി ആണെങ്കിൽ ഒരു 1.5-2 ഉറുപ്പ്യന്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ്. ഫോർച്യൂണർ ആകുമ്പോൾ പിന്നെ ഈ സാധനം 15 കൂടി നിർത്തിയതാണല്ലോ. ഒരു 3 ഉറുപ്പ്യ ശരാശരി കാണേണ്ടി വരും. ഇതാണ് നമ്മൾ വില പറഞ്ഞത് 14.5 ഉറുപ്പ്യ. 13 ഉറുപ്പ്യ. 12 ഒറിജിനൽ കേരള 13.5. ഹെഡ്ലൈറ്റ് ഒക്കെ മാറി നല്ല ക്ലീൻ പീസ് വണ്ടി. ഇത് 2014 വണ്ടി. ഇത് 14 അല്ലേ? 14 ഹെഡ്ലൈറ്റ് കാര്യമില്ല.
ഇതിന്റെ ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് സ്കേർട്ട് TRD ആണല്ലോ നമ്മൾ പറയാ. GR-ന്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ് നോക്കിയാൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ഈ രണ്ട് ഹെഡ്ലൈറ്റിന് കൊടുക്കണം 1,00,000 റുപ്യ. ആര് വാങ്ങാൻ ചെന്നാലും 1,00,000 റുപ്യാണ് അതിന്റെ വില. ബാക്കിൽ പ്രൊജക്ടർ, സൈഡ് സ്റ്റെപ്പ്, ഗ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സംഗതി ഇനിമ്പോ ചെയ്യാൻ ബാലൻസ് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ അതെ അതെ. ഇത് 14 പറഞ്ഞു. ഓടിയ കിലോമീറ്റർ മോനെ ഇതിനകത്ത് 1,94,000 കിലോമീറ്റർ. ജെന്യൂനാവും. 14 ജെന്യൂനാ, സർവീസ് ഉള്ള വണ്ടിയാ. കറക്റ്റാ. എന്താ വില? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില മോനെ 14,400 റുപ്യാണ്. 14,400. നമുക്കൊരു 14 റുപ്യ ഇട്ടാലൊക്കെ കൊടുക്കാം. പക്ഷെ വണ്ടി ഉണ്ടല്ലോ, ഒരു ഭാഗം ചിന്തിക്കണ്ട. പണി എടുത്തു വെച്ച വണ്ടി അല്ലേ? അത്രയും പണി. ഇതൊക്കെ എന്താ 1,00,000 റുപ്യ കൊടുത്താലും ഇങ്ങനെ ആയി കിട്ടൂല. ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും സീറ്റ് കവറും എല്ലാ സാധനവും ഉണ്ട്. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്തോ. ഇവിടെ ബാക്ക് സൈഡിൽ 2-3 വണ്ടി ചെറുത് കിടപ്പുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ സ്വിഫ്റ്റ് ഏതാ മോഡല്? ഇത് 2011 ഷിഫ്റ്റ് ആണ്. 11 ആണല്ലേ? ബോഡി വൈസ് ഒന്നും വലിയ കുഴപ്പമില്ല. അതായത് ഈ ഷേപ്പിൽ വന്ന രണ്ടാമത്തെ വണ്ടി അല്ലേ? ആദ്യത്തെ വണ്ടി. ഈ ഷേപ്പിൽ ആദ്യത്തെ വണ്ടി. അതെ അതെ. ഇത് എന്തെങ്കിലും അപാകത പറയാനുണ്ടോ നമുക്ക്? അപാകത 2011 ഷിഫ്റ്റ് ആണ്. ചെറിയൊരു പൈസ. ഇത് ZDI ആണ് വണ്ടി പറയുന്നത്. ഫുൾ ഓപ്ഷൻ. അന്നത്തെ പിന്നെ പ്ലസ് അന്ന് വരൂലല്ലോ. ABS എയർബാഗും അലൈവിലൊക്കെ വരുന്ന വണ്ടി. അതായത് 11 മോഡല് ന്യൂ ഷേപ്പ്. അന്ന് ഇറങ്ങിയ 11 ന്യൂ ഷേപ്പ് വണ്ടി. ഇത് ഹെഡ്ലൈറ്റ് മാറിയതാട്ടോ. അതെ. ഹെഡ്ലൈറ്റ് ഈ ഹെഡ്ലൈറ്റ് വരില്ല. അതൊക്കെ ഉണ്ടാവും. 11 വണ്ടി അല്ലടാ. 10-15 മേജർ ഒരു കേസും ഇല്ല. എത്രപ്പതിനൊക്കെ നോക്കാനുള്ളത്. കിലോമീറ്റർ ഒന്നും പറഞ്ഞില്ല. ചെക്ക് ചെയ്തെടുത്തോളൂ. ചെക്ക് ചെയ്തിട്ട് എന്താ വില? ഇത് ഒറ്റ വില പറയുള്ളൂ. 2,30,000 റുപ്യ. 2,30,000 ഈ ഷേപ്പ് വണ്ടി കൊടുക്കും. 2000 ABS എയർബാഗും അലൈവിലൊക്കെ വരുന്ന വണ്ടി 2,30,000 റുപ്യക്ക് 2014 വണ്ടി കൊടുക്കും. അടിപൊളി. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ അമേസ്. ഇതിപ്പോ നമ്മൾ തലശ്ശേരിക്കാരെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിന് എടുത്ത 2020 52,000 ഓടിയ വണ്ടിയാ. 2020 52,000. അമേസ്മെന്റ് ആണ് അല്ലേ? അമേസ് ആണ്. എസ് ആണ് വേരിയന്റ് വരുന്നത്. എസ്. പെട്രോൾ അല്ലേ? തലശ്ശേരി വണ്ടി. പെട്രോൾ അമേസ് പെട്രോൾ. കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ 52,000 ഒറ്റ ഓണർഷിപ്പ് വണ്ടി. ഒന്നും പിന്നെ ആലോചിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാൽ 20 അല്ലേ? അതെ അതെ. 2020 വണ്ടിയല്ലേ? അപ്പൊ നമുക്ക് വിലയാണ് അറിയേണ്ടത്. ഈ അമേസ് വില എന്താ പറയുന്നത്? 5,50,000 റുപ്യ. 2020 വണ്ടി. 20 വണ്ടി നമുക്ക് കൊടുക്കാം. അതും ഓടിയ കിലോമീറ്റർ 52,000. ആലോചിക്കണം. 2020 വണ്ടിയാണ് നിങ്ങൾക്ക് വെറും 5,00,000 രൂപ. ഒരു റീപ്ലേസ് ഇല്ല. ഗ്യാരണ്ടി വണ്ടി. അടിപൊളി. ഒരു ഇന്നോവയും കൂടി കാണിച്ചു തരാം. ലോ ബഡ്ജറ്റിൽ അല്ലേ? അതെ അതെ അതെ. ഇത് 2006 മോഡലാണ് മോനെ. 7 രജിസ്ട്രേഷൻ ഉണ്ട്. 29 വരെ പേപ്പറും ഉണ്ട്. അടിപൊളി. ഇത് എന്താ സ്ഥിതി? വണ്ടി എന്താ സ്ഥിതി? 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇത് 2007 അപേക്ഷിച്ച് നല്ല വണ്ടിയാണ്. ഇത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 10 കൊല്ലമായിട്ട് ഈ വണ്ടിയുള്ള വണ്ടി. എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ പക്കയാണോ? എഞ്ചിനും ഗിയർ ബോക്സ് ഒന്നും ഒരു കംപ്ലൈന്റും ഇല്ല. പിന്നെ തട്ടുമുട്ട് പണി ചെറിയ സംഗതികൾക്കൊക്കെ ഇത് മതി. അങ്ങനെയാണല്ലോ. മേജർ ആയിട്ട് ഒരു വിഷയമില്ല. പിന്നെ ഇതൊക്കെ എന്താ പറയുക, എടുക്കുന്ന ആളുകൾ വരിക, ഒന്നുകിൽ ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. രാവിലെ വരിക, വൈകുന്നേരം അവർക്ക് പറ്റില്ല കൊണ്ടുവന്നോട്ടെ. അത്രേ ഉള്ളൂ. 1000 റുപ്യന്റെ ഡീസൽ കായി അവർക്ക് പോകുള്ളൂ. ഇത് നമുക്ക് എന്താ വില? അത് പറ. ഒറ്റ വില ഇത് പറയുള്ളൂ. ഒറ്റ വില, ഫിക്സഡ് ആയിട്ടുള്ള വില. പെരുന്നാളായിട്ട് ചെറിയ വണ്ടി കൊടുത്തില്ല. 2,60,000 റുപ്യ. 2,60,000 എല്ലാ പേപ്പർ ഇപ്പം നിലവിൽ വാലിഡ് ആണ്. എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ്. ഒരു ഇന്നോവയാണ് നിങ്ങൾക്ക് 2,60,000 അൾട്ടോന് പൈസ അല്ലേ? അത് പൊളിച്ചോട്ടെ. നല്ല നോക്കിയാലും വേണം നോക്കാം. അതുപോലെ തന്നെ ആ ബാക്കിൽ ഒരു വാഗണർ ഉണ്ടല്ലോ. വാഗണർ 2011 ആണ് മോനെ. 11 അല്ലേ? 11. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ ഇതിലുള്ള കിലോമീറ്റർ 1,40,000 അതൊന്നും റെഡി ആണോ അല്ലെന്ന് എനിക്കറിയില്ല. വണ്ടി എന്താ വില? ഇത് ഒറ്റ വില പറയുള്ളൂ. 1,60,000. 1,60,000 2011 വാഗണർ. ഇൻഷുറൻസ് എല്ലാം പുതിയ ഇൻഷുറൻസ് എടുത്താണ്ട് 1,60,000 കൊടുക്കാം. അടിപൊളി. മോശമൊന്നുമില്ല. വേണം നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു അമേസ് കൂടി ഉണ്ടല്ലോ. അമേസ് 2020 വണ്ടിയാണ്. ഇത് ID ടെക് ഡീസൽ ആണ്. അടിപൊളി. ഡീസൽ ആട്ടോ. 25 to 28 മൈലേജ് കിട്ടും. ഇത് 2020 11 മാസം ഇറങ്ങിയ വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മോനെ 96,000 കിലോമീറ്റർ ജെന്യൂൻ ആവും. ഇത് എസ് വേരിയന്റ് തന്നെയാണ്. അതെ അതെ അതെ. ഡീസൽ ആണെന്ന് മാത്രം. ഡീസലാണ്. നമുക്ക് വിലയോ 6 റുപ്യക്ക് നമുക്ക് ഈ സാധനം കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 2020 ഡീസൽ വണ്ടി കൊടുക്കാം. അതും ഡീസലാണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ. അപ്പൊ ചെറു വണ്ടികൾ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇത്ര എണ്ണാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇനി ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 2 വണ്ടി കൂടി കാണിച്ചു കേട്ടോ. ഈ ഫോർച്യൂണർ ഏതാ മോഡല്? ഈ ഫോർച്യൂണർ 2013 വണ്ടി. 13 അല്ലേ? ഇവിടെ വരെ നമ്മൾ കാണിച്ചിട്ടാണ്. അതെ 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 അതെ. ഇത് 13 കിലോമീറ്ററോ? 13. ഇതിനകത്തുള്ള കിലോമീറ്റർ 1,75,000 കിലോമീറ്റർ. 1,70 അല്ലേ? ജെന്യൂൻ ആയിരിക്കും അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ ആണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം. പിന്നെ ഇതിലെന്താ അഡീഷണൽ നമ്മൾ പറയുമ്പോൾ നോക്കിയാൽ നല്ല ഹെഡ്ലൈറ്റ്, അടിപൊളി ഹെഡ്ലൈറ്റ്. പിന്നെ എന്താ പേര്, അടിപൊളി ഹെഡ്ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ പിന്നെ എന്താ പറയാ, നമ്മളെ ലെജൻഡറിന്റെ അലൈവില്, സിഗ്മ 4ന്റെ അലൈവില് കാര്യങ്ങൾ, 4 ടയർ പുതിയത്, നല്ല സീറ്റ് കവർ കാര്യങ്ങൾ, അഡീഷണൽ ആൻഡ്രോയിഡ് കാര്യങ്ങൾ, അതൊക്കെ ഉണ്ട്. ഒക്കെ പാടൊപ്പം നമ്മൾ നീട്ടിപ്പറ്റി പറയണ്ട. വില നമ്മൾ ഒരൊറ്റ വില പറഞ്ഞാൽ മതി. ഇതിന് ഒറ്റ വില പറയുള്ളൂ. 13 വണ്ടി 12,25,000 റുപ്യ കൊടുക്കാം. 12 റുപ്യക്ക് കൊടുക്കാം. 12 ലക്ഷം റുപ്യ. 13 2 വീൽ ഓട്ടോമാറ്റിക് 5 സ്പീഡ് വണ്ടി. 2 വീലാണ്, ഓട്ടോമാറ്റിക് ആണ്, 5 സ്പീഡ് ആണ്.
12 രൂപക്ക് കൊടുക്കാം. 12 ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഫോർച്യൂണർ കൂടെ അല്ലേ? അതെ അതെ. ഇത് ന്യൂ ഷേപ്പ് വണ്ടി 2018 1.76 ഓടിയ സെക്കൻഡ് ഓണർ 18 അല്ലേ? 18 മോഡലാണ്. 1.76 ഓടിയിട്ടുള്ളൂ. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? അപാകത ഉണ്ട്. ഒരൊറ്റ ഡിക്കി മാത്രം മാറിയിട്ടുണ്ട്. അല്ല സോറി, ഒരൊറ്റ ഡോറ്. അതൊന്നും ഇപ്പൊ ഒരു കംപ്ലൈന്റ് അല്ല. മോനെ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉള്ള വണ്ടിയാണ്. ഗ്ലാസ് മാറിയിട്ടില്ല. ഒരു ഡോർ മാത്രം ടയോട്ട ഷോറൂമിൽ നിന്ന് മാറിയതാ. മെയിൻ ഗ്ലാസോ വേറെ ഒരു സംഗതി ഒറിജിനൽ കേരള ബൈ. പിന്നെ ഇത് നമുക്കിപ്പോ വില എത്ര വരുന്നുണ്ട്? ഇത് വില 32 ആൾക്കാർ ചോദിച്ചത്. 2018 ടൂ വീലർ ഓട്ടോമാറ്റിക്. ശരി, എന്താ നമുക്കിപ്പോ എത്ര കൊടുക്കുക? നമുക്ക് ഒരൊറ്റ വില പറഞ്ഞാൽ മതി. 30 ഉറുപ്പ്യക്ക് കൊടുത്താൽ 30 ലക്ഷം രൂപ 18 വണ്ടി. എന്തെങ്കിലുമൊക്കെ ഒരു 29.75 കൊടുത്താൽ ആളുകൾക്ക് 30 ഉറുപ്പ്യന്റെ ഉള്ളിലുള്ള ഒരു വണ്ടി. പെരുന്നാളിനൊക്കെ വണ്ടി മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസ് ആയിരുന്ന ഇപ്പത്തെ നൂർ മോട്ടോഴ്സ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പുതിയ ഷോറൂം, ഒരുപാട് പുതിയ വണ്ടികൾ, പുതിയ ഓഫറുകൾ അല്ലേ? അതെ അതെ അതെ. പുതിയൊരു സെറ്റപ്പില്, നല്ല സെറ്റപ്പില്, നല്ല ക്വാളിറ്റി വണ്ടികൾ, ലാഭം കുറച്ച് വില കുറച്ച്. അങ്ങനെയാണല്ലോ, ലാഭം കുറയുമ്പോഴാണല്ലോ വില കുറയും, എണ്ണം കൂട്ടി വിൽക്കുന്നു. അതെ അതെ. നല്ല ക്വാളിറ്റി വണ്ടി. കാരണം എന്താ പറയാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ ഒരു വണ്ടി കൊണ്ടുപോയിട്ട് ഓരോ കെയറോപ്പിൽ അടുത്തൊരു കച്ചവടം കിട്ടണം. ആ ലെവലിലാണ് നമ്മളെ കച്ചവടം. ആ ഒരു കച്ചവടത്തിൽ കൂടി ഇത് അവസാനിക്കാൻ പാടില്ല. പിന്നെ വേറെ കാര്യമുണ്ടോ, നല്ല വണ്ടികൾ ക്വാളിറ്റിയോട് കൂടിയിട്ട് വില കുറച്ച് കൊടുത്താൽ എന്തായാലും അത് അങ്ങനെ തന്നെ വരുള്ളൂ. അത് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളടാ. പഴയ കാലം നല്ല ഏതെങ്കിലും ചവറൊന്നും കൊടുക്കാൻ പറ്റൂല. ആളുകൾ ഇത് അധ്വാനിച്ച് വിയർപ്പിന്റെ ഫലല്ലേ ഈ ഓരോ ഇന്നോവയും ക്രിസ്റ്റ. വേറെ കാര്യം, ഇപ്പൊ പഴയ പോലെ നല്ല വീട്ടിൽ വന്ന് അടിയും തരും. അതെ. നമ്മള് വണ്ടി കൊടുക്കുമ്പോ എന്താ പറയുക, ഗ്യാരണ്ടിയും വാറന്റിയും ഒന്നും കാലാകാലം ആർക്കും കൊടുക്കലില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ഡൽഹി, ബോംബെ, HR, ഗുജറാത്ത്, ഹരിയാന, തമിഴ്നാട്, തെലങ്കാന, കർണാടക ഒക്കെ ഓടി വരുന്ന വണ്ടികളാണ്. നിലവിൽ ചെറിയ സീണും കൊയ്ക്കൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് അറിയുന്ന ഏത് വർഷാപ്പാനും കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചോളി. 2 ദിവസം നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് മേജർ എന്ത് ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കും. വണ്ടി തിരിച്ചെടുക്കും, വണ്ടി തിരിച്ചെടുക്കും, എന്തായാലും സംശയം. അല്ലാതെ പരിഹാരം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണല്ലോ നമ്മൾ വേണ്ടത്. കഞ്ഞില്ലെങ്കിൽ കഞ്ഞിക്കൊത്തൊരു വർത്താനാണല്ലോ വേണ്ടത്. ആ സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ നിലവിൽ ഇവിടെ കുറെ വണ്ടികൾ ഇപ്പൊ നമ്മൾ ഈ ഫോർച്യൂണർ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിന്യൂസ് കാണിച്ചു തന്നു. ഏത് വണ്ടിയുടെ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കാറ്റലോഗിന് ലിങ്ക് വരും, അതിനകത്ത് ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ മുഴുവനായിട്ടുണ്ട്. പിന്നെ നമ്മളെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, വീണ്ടും പറയണം. അല്ല, ഒന്നും കൂടി പറഞ്ഞാൽ മൈൻഡപ്പയ്യല്ലേ. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ വെള്ളുവമ്പറം ഡെലീസിയ ഹോട്ടലിന്റെ അടുത്ത് ഇവിടെ വലിയൊരു ഹോട്ടലുണ്ട്. അതിലാറ് വലുതാണ് നൂർ മോട്ടോഴ്സ്. ഹോട്ടൽ ചെറുതാണ്, അങ്ങനെ കൂട്ടി വരുമ്പോൾ അതിന്റെ അടുത്താണുള്ളത്. വെള്ളുവമ്പറത്ത് ബസ് ഇറങ്ങാം, മോങ്ങത്ത് ബസ് ഇറങ്ങാം. നടക്കേണ്ട ഒരു 100 മീറ്ററിന്റെ താമസമേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും വരിക, വന്ന് വണ്ടി കാണുക, ഇഷ്ടപ്പെട്ട വണ്ടികൾ എടുക്കുക. മാക്സിമം വിലയെ കുറിച്ച് നല്ല വണ്ടികളെ തരുള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കണ്ട. അതിനകത്ത് നമ്മുടെ സാധാ ഇന്നോവകൾ നിറച്ച് നിരത്തിയിട്ടുണ്ട്, മുഴുവൻ കാണിച്ചാൽ. അതുപോലെ ഇന്നോവകൾ, ക്രിസ്റ്റകളൊക്കെ എല്ലാ വണ്ടിയുണ്ട്. ടയോട്ടന്റെ വണ്ടികൾ നമ്മളെ കൊണ്ട് ഞങ്ങൾ ഏത് വണ്ടിക്കാണെങ്കിലും വിളിച്ചോളി. ടയോട്ടന്റെ വണ്ടികൾക്ക് നമ്മളടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ അതെ അതെ അതെ. അപ്പൊ അടുത്തൊരു കിടിലം വേണ്ടിയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും